നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കടുത്ത വിമർശനങ്ങൾ കൂടി കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഈ വിചാരണ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണം, ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഉന്നയിക്കുന്നത്. അങ്ങനെ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വരുന്നത്. ബി ബാലഗോപാൽ നൽകും കൂടുതൽ ഡീറ്റെയിൽസ്. ബാലു, എത്രത്തോളം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കോടതി കാണുന്നുണ്ട്? ഈ വിചാരണയിൽ അടക്കമുള്ള ഉത്കണ്ഠകളും വിമർശനങ്ങളും കൂടി പറഞ്ഞുകൊണ്ടാണോ ജാമ്യം നൽകിയിരിക്കുന്നത്? പ്രതീക്ഷ, വിചാരണ കോടതിയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ഈ ജയിലിൽ കഴിയുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി ഈ കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരുവാനുള്ള സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഏതാണ്ട് 87 ദിവസത്തോളമാണ് ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ഈ വിസ്താരം നടത്തിയിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പ്രൊലോങ് ചെയ്ത, അതായത് ഒരു വളരെ നീണ്ട ഒരു വിസ്താരം നടന്നതെന്ന് കോടതി ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇതെങ്ങനെ വിചാരണ കോടതി അനുവദിച്ചു എന്നായിരുന്നു ഈ സുപ്രീം കോടതി ഈ കേസിന്റെ വാദം കേൾക്കലിനിടയിൽ ചോദിച്ചത്. കാരണം ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്നും ജസ്റ്റിസ് അഭയ് സോക്കയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ വിചാരണ നീണ്ടുപോകുന്നതിന്, അതായത് ദിലീപിന്റെ അഭിഭാഷകൻ ഈ 87 ദിവസത്തോളം ഈ ബൈജു പൗലോസിനെ വിസ്താരം നടത്തുന്നത് അത് തടഞ്ഞില്ല എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകനും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയാൽ അത് സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും പറയുകയും ചെയ്തു. പക്ഷേ ആ വാദം കണക്കിലെടുക്കുവാൻ ജസ്റ്റിസ് അഭയ് സോക്കയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തയ്യാറായില്ല. മറിച്ച് ഈ പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന് ജാമ്യം നൽകി ജാമ്യത്തിൽ വിടുവാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യ വ്യവസ്ഥ വേണമെന്ന ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ കാര്യം, സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ വിചാരണ കോടതിയും അതിനിശ്ചിതമായ ഭാഷയിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി വാക്കാൽ വിമർശിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരു പ്രതി, അതായത് ഈ കേസിലെ 8ാം പ്രതി മാത്രമാണ് ദിലീപിന്റെ അഭിഭാഷകൻ 87 ദിവസത്തോളം വിസ്തരിച്ചു എന്നത് അത് എങ്ങനെയാണ് വിചാരണ കോടതിയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അനുവദിച്ചതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ കേസിന്റെ ഈ വാദം, അതായത് വിസ്താര നടപടികൾ സമീപകാലത്തൊന്നും തന്നെ തീരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ വിസ്താരം നടന്നു, ഇനിയിപ്പോൾ എതിർ വിസ്താരമൊക്കെ നടക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമീപകാലത്തൊന്നും തീരാൻ വേണ്ടി പോകുന്നില്ല. ഈ സാഹചര്യത്തിൽ 7.5 വർഷത്തോളം കഴിഞ്ഞു എന്നതും ഈ കേസിൽ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു എന്ന കാരണവും ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രജീഷ്.